അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരവേറിയ പണ്ഡിതരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ മുത്തുനബിയുടെ മീലാദാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും അലങ്കരുന്നത്. കുറേ കൂട്ടുകാർ മുത്തുനബിയെ വാഴ്ത്തി പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിക്കുന്നത് മുത്തുനബിയുടെ സൽസ്വഭാവത്തെക്കുറിച്ചാണ്. മദീനത്തെ പാതവെച്ച് സംഭവിച്ച ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതാ, ഒരടിമയെ വിൽക്കാനുണ്ട്, ആർക്ക് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറഞ്ഞു. എല്ലാവരും അങ്ങോട്ട് നോക്കി. ദരിദ്രനായ ഒരു ഗ്രാമീണൻ, അദ്ദേഹം ശരീരത്തിൽ നിന്ന് വിയർത്തൊലിക്കുന്നുണ്ട്. ഗ്രാമീയ വിഭവങ്ങൾ കൊണ്ടുവന്നാണ് അദ്ദേഹം ഉപജീവനം തേടിയിരുന്നത്. വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഭവങ്ങൾ ഹദിയായി നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ കാരക്കയും മറ്റും അദ്ദേഹത്തിന് തിരിച്ചു നൽകും. സാഹിർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് സാഹിർ റളിയല്ലാഹു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ അങ്ങാടിയിലേക്ക് പോയി തന്റെ ചരക്കുകൾ പാതയിൽ നിരത്തിവെച്ച് കച്ചവടം ആരംഭിച്ചു. വീട്ടിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യമറിഞ്ഞ് അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ പിന്നിലൂടെ പോയി കണ്ണുപൊത്തി. അയാൾ കുതിരയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിവിട്ടില്ല. ഇതാ, ഒരടിമയെ വിൽക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തമാശ കേട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിഞ്ഞു. അതോടെ കൊച്ചുകുട്ടികൾ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അദ്ദേഹം പെരുമാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യർത്ഥരിക്കുന്ന ശരീരത്തെ ആലിംഗനം ചെയ്യാൻ യാതൊരു വൈമനസ്സും കാട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനയത്തിന്റെ മഹത്തായ മാതൃകയായിരുന്നു. ചെരുപ്പ് സ്വയം നന്നാക്കി കീറിയ വസ്ത്രങ്ങൾ തുന്നാനിരുന്നു. സാധാരണക്കാർക്കൊപ്പം സമയം ചെലവഴിച്ചു. ചെറുപ്പകാലത്തിൽ ആടിനെ മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു. വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിച്ചു. സ്വഹാബികളോടൊപ്പം കഠിന ജോലികൾ ചെയ്തു. മസ്ജിദുൽ ഹറാമിന്റെയും മസ്ജിദ് നബിയുടെയും നിർമ്മാണത്തിൽ കല്ല് ചുമന്നും മറ്റും പങ്കെടുത്തു. ഈ നോല കൊണ്ടുള്ള കുടിലാണ് അവിടുന്ന് താമസിച്ചിരുന്നത്. മനസ്സിൽ അണുമണി തൂക്കമുള്ള സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.